നമ്മളേ ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ. സമൂസയും അതുപോലെ തന്നെ റൊട്ടിയാണ് കഴിച്ചത്. ഇവിടെ നോക്കിയാൽ ഈ ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ജീപ്പാട്ടോ, ഫുൾ ജീപ്പാ. അവിടെ ഒരു ജീപ്പ്, അവിടെ ഒരു ജീപ്പ്, ഇവിടെ ഒരു ജീപ്പ്, അതിൻ്റെ ബാക്കിലേക്ക് 1 2 3 4 5 6 ജീപ്പ്, അവിടെ ഒരു ജീപ്പ്, അവിടെ 2 ജീപ്പ്, ഫുൾ ജീപ്പ്. അങ്ങോട്ടൊക്കെ ജീപ്പാണ്. അതായത് രാജസ്ഥാനിൽ കയറിയതിന് ശേഷം നമ്മൾ കൂടുതൽ കാണുന്ന ജീപ്പല്ല വിഷ്ണു. അതെ. അപ്പോൾ ഞങ്ങൾ ഉദയ്പൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. 115ാമത്തെ ദിവസമാണ് തോന്നുന്നു. ലൈറ്റൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും കൊള്ളാം. ഇതുവരെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയി. നമ്മളിനി ഉദയ്പൂരിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകണം. ഒരു 80 കിലോമീറ്ററിനടുത്ത് പോകാനുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലേ നമ്മളെ വണ്ടിയെ സംബന്ധിച്ച്. നാട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു നമ്മളിനി ജീപ്പ് കാണണമെങ്കിൽ കർണാടകൻ്റെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ജയ്സൽമീറൊക്കെ കാണാൻ പറ്റുള്ളൊക്കെ. പക്ഷേ ഇത് മഹാരാഷ്ട്രൻ്റെ കുറേ ഭാഗത്ത് നമ്മൾ കണ്ട്, ഗുജറാത്തിൻ്റെ പല സ്ഥലങ്ങളിൽ കണ്ട്, ഇപ്പോൾ രാജസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലായിടത്തും. പിന്നെ അത് മാത്രമല്ല, ഈ റൂട്ടിൽ രാത്രി പോലും എന്നോട് എന്താ പറഞ്ഞത്, അവിടുത്തെ മോശം ഉണ്ടെന്നാ പറഞ്ഞല്ലേ. രാത്രി ഇതിൽ കൂടെ ലോറിക്കാരും വണ്ടിക്കാരൊന്നും അധികം ഡ്രൈവ് ചെയ്ത് പോകത്തില്ല. അത് ഞങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ച കാര്യമായിട്ടോ. കാരണം ഞങ്ങൾ ഇന്നലെ പെട്രോൾ ബങ്കിൽ എത്തിയിട്ട് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടും ഒരാളും എണ്ണ അടിക്കാൻ അങ്ങനെ വരുന്നില്ല. റോഡ് കൂടെ അധികം വണ്ടി പോകുന്നില്ല. അതും നോക്കി 4 ലൈനാണ് റോഡ് വരുന്നത്. ഇന്നലെ ഞങ്ങൾ ഈ ഹൈവേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെ ഏതോ ഷോർട്ട് കട്ടോടൊക്കെ വന്ന് ഫുള്ള് കാട്ടിൻ്റെ അകത്തൂടെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ മലകൾ കയറി ഇറങ്ങിയൊക്കെ ചെയ്തിട്ട് അതും എണ്ണ ഇല്ലാതെ ഇങ്ങനെ സീനായിട്ട് വരുമായിരുന്നു. അങ്ങനെയാണ് അവസാനം ഞങ്ങൾക്ക് ഒരു 20-30 കിലോമീറ്ററോളം ഓടിച്ച് ഞങ്ങൾക്ക് ആ പെട്രോൾ ബങ്ക് കിട്ടിയത് ആണെങ്കിൽ അടിപൊളി അല്ലേ. നല്ല അടിപൊളി ചെക്കന്മാരല്ലേ അവിടെ. അതെ അതെ സത്യം. അവിടെ മാനേജറൊന്നുമില്ല, ആ ചെക്കന്മാരെ ഏൽപ്പിച്ച് കാണും കേട്ടോ. അവർ വൃത്തിക്ക് ഇങ്ങനെ നോക്കുക. നല്ല രാവിലെ തന്നെയാണ് അവർ വൻ പാട്ടിട്ടിട്ടുണ്ട്. യെസ്, വലിയ സ്പീക്കറിൽ അങ്ങോട്ട് പാട്ടിട്ടിട്ടേ നമ്മളെ ഉറക്കുന്നൊക്കെ ഇങ്ങനെ സുഖമായിട്ടാണ് എണീക്കുക ചെയ്തത്. അതെ. പിന്നെ ഈ ഭാഗത്തായതുകൊണ്ട് തന്നെ ഇങ്ങനെ മലകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് തണുപ്പുണ്ട് കേട്ടോ. അതായത് വലിയ ചൂടോ കാര്യങ്ങളൊന്നും ഇല്ല. നൈസായിട്ട് ഇങ്ങനെ നമുക്ക് തണുത്ത കാറ്റ് കൊണ്ട് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടി. നമ്മളേ ഇവിടെ 2ാമത്തെ ടണലാട്ടോ അപ്പോൾ ഈ റോഡിൽ നമ്മൾ കയറുന്നത്. ഉക്കലിയാട്ട് മുമ്പില് പോലീസ് വണ്ടിയാണ് പോയത്. അത് പോയപ്പം ക്യാമറ ഒന്ന് അടി കിട്ടതാ. ചെറിയ ടണലാ അല്ലേ, പക്ഷെ കൊള്ളാം. അങ്ങനെ ഉണ്ടോ? ആ അതെന്തിനാ ഫുൾ ഇട്ടല്ലേ. എങ്ങനെ ടോൾ കൊടുക്കാതെ പോകാന്നുള്ള ഞാൻ ജസ്റ്റ് കാണിച്ചേട്ടോ. മുമ്പിൽ ഇതാ ടോൾ പ്ലാസയാണ്. തൊട്ട് മുമ്പിൽ നമ്മൾ ആ ടോൾ പ്ലാസ ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ലെഫ്റ്റിലേക്കുള്ള റോഡിന് ഇങ്ങനെ കയറും. ഗൂഗിൾ മാപ്പ് കാരണത്താൽ നമുക്ക് കിട്ടുന്ന ഉപയോഗങ്ങളാണ് അതൊക്കെ. ടോൾസ് അങ്ങോട്ട് ഒഴിവാക്കി തന്നതിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് സേവ് ആവും. അത് മാത്രമല്ല നമുക്ക് നല്ല നല്ല ഗ്രാമങ്ങൾ കണ്ടിങ്ങനെ പോകാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറി. ഇനി കിട്ടുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ കിട്ടുന്ന പോലെ തന്നെ ആയിരിക്കില്ല. നമുക്ക് ചെറിയ ചെറിയ വീടുകളും ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഞങ്ങൾക്ക് രാജസ്ഥാനിൽ കയറിയതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വേസ്റ്റും കാര്യങ്ങളും കുറവാട്ടോ. പൊതുവെ നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന വേസ്റ്റ് ആണെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് കാണുന്ന വേസ്റ്റ് ആണെങ്കിൽ പോലും വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, വീടുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒന്നുകൂടി ഡെവലപ്ഡാണ്. ഗുജറാത്തിനെ പോലെ തന്നെ അല്ലേ. ഗുജറാത്തിലുള്ള ഗ്രാമത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള വീടുകളൊക്കെ കാണാൻ കുറവാണ്. ഇവിടെ നോക്കി നിങ്ങൾ മോശമില്ലാത്ത വീടുകളായിരിക്കും നമുക്ക് സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവുക. അതൊക്കെ ഒരു വീടാണ് അല്ലേ. നല്ല അടിപൊളി ഗേറ്റൊക്കെ കൊടുത്തിട്ട്. അതേപോലെ നീ ശ്രദ്ധിച്ചോ വിഷ്ണു, നമ്മൾ വില്ലേജിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഫുള്ള് റോഡ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഇട്ടിട്ടാണ്. പക്ഷെ റോഡിൻ്റെ കാര്യത്തിൽ വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ. റോഡ് ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ കുണ്ടും കുയ്യൊക്കെ ആയിട്ടാണ് റോഡുകളുള്ളത്. അതെ. പക്ഷേ ഗുജറാത്ത് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഗുജറാത്തിന് നമുക്ക് മോശം റോഡുകൾ തന്നെ കിട്ടാറുണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ വീട് വണ്ടിയില്ലേ. അതേപോലെ ഇവരുടെ ഡ്രസ്സിങ്ങും കൊള്ളാട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഡ്രസ്സിങ്ങൊക്കെ അവർ സാരി എടുക്കുന്നൊക്കെ ഒരു വെറൈറ്റി ലുക്കിലാണ്. കൊള്ളാം.
നമ്മളിങ്ങനെ കാഴ്ച കണ്ട് പോവാണ്. കണ്ടില്ലേ, ടോള് ലാഭിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയും സംഭവിക്കും. അതും ഇതിൽ പറഞ്ഞതാണ്. നമ്മളെ വണ്ടി ഇവനായതുകൊണ്ട് വലിയ പ്രശ്നമല്ല, ഇവങ്ങനെ പോയിക്കോളും. പക്ക ഓഫ് റോഡാട്ടോ, വേറൊന്നും പറയാനില്ല. ചേട്ടാ ഡയലോഗ് പറഞ്ഞല്ലോ. അപ്പൊ ഇനി കുറച്ച് ഓഫ് റോഡും ചെയ്ത് ഹൈവേക്ക് എത്തുമെന്ന് നോക്കട്ടെ. ഇവിടുത്തെ സിറ്റുവേഷൻ ആട്ടത്, ഒരു മരം കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും വിടൂല. ഒരു ബസ് മൊത്തം നിർത്തി കണ്ടില്ലേ, മരത്തിന്റെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളിങ്ങനെ ഓടിക്കാണ്. 11 സംതിങ് ആയി സമയം. പക്ഷെ ഒരു സീനും ഇല്ല കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുന്നത്. ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രതീക്ഷ ഒരു കാര്യം വെച്ചാൽ നല്ല ചൂടാണ്. പിന്നെ ഈ ഉദയ്പൂരൊക്കെ എന്ന് പറയുന്നത് കുറച്ചുകൂടിയും മലകളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. ഇനി നമ്മുടെ ജോധ്പൂർ ജയ്സൽമീർ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഒരു മരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സീൻ കിട്ടുന്നുണ്ടാവുക. എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ ആ ഒരു ഡ്രൈവ് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അല്ല വിഷ്ണു? എന്താ പറയാ എന്നാ ഒരു ഉഷാറില്ലാത്ത? പക്ഷേ ഞാൻ രാജസ്ഥാനിൽ കയറിയപ്പോൾ ഇത്ര മലകളൊന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത് ഞങ്ങൾ മൊത്തം മലയിൽ കൂടെയാണ് പോകുന്നത്. ഐ മീൻ മലൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. ഇത് കണ്ടില്ലേ, റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മല കണ്ട് മുറിച്ച് 2 കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. വിഷ്ണു, നമ്മള് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ മല നമ്മൾ കൽസുബേ കയറി. അതുപോലെ തന്നെ ഗുജറാത്തിലെ ഏറ്റവും ജുനഗഡുള്ള ഗിർനർ നമ്മൾ കണ്ടു. അതേപോലെ രാജസ്ഥാനിലുള്ള ഏറ്റവും വലിയ മലയിൽ നമ്മൾ പോയി അല്ലേ? ഓൾറെഡി പോയി. മൗണ്ട് അബൂലുള്ള ഇവിടെ ഗുരു ശിഖർ, അതാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ് പീക്ക് പോയിന്റ്. 3 സംസ്ഥാനത്ത് ഏറ്റവും വലിയ പീക്ക് പോയിന്റിലേക്ക് നമ്മൾ പോയിട്ടോ ഈ ഒരു ട്രിപ്പിൽ. അതെന്തായാലും കൊള്ളാം, നല്ല അനുഭവമായി. ഗോവയിൽ എവിടെ ഉള്ളത്? ഗോവയിൽ അറിയില്ല. ഗോവയിൽ കുറെ മല മുകളിലൊക്കെ താമസിച്ചാണ്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ കർണാടകയിൽ എന്തായാലും പോയിട്ടില്ല. തംസപ്പ് ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്, കൊള്ളാം. നമ്മൾ ഈ യാത്രയിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാതെ കേട്ടോ, കുറേ ആൾക്കാർ, അത് ഫാമിലി ആണെങ്കിലും ഈവൻ ചെക്കന്മാരാണെങ്കിലും എല്ലാവരും വന്നിട്ട് നമ്മളോട് വണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, യാത്രയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, കൂടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലേ? അത് നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുമ്പം, അതായത് അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടിയിട്ടല്ല, എന്നാൽ പോലും അവരതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മളെ ട്രിപ്പിനെ കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ചിട്ട് അവരിങ്ങനെ കുറേ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ കുറേ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിച്ച് വരുന്നുണ്ട് സംസാരിക്കാൻ. ഈടായിട്ട് വിഷ്ണു ജോയിൻ ചെയ്തുകൊണ്ട് എന്നെ കാണുമ്പോൾ ഒരാളും തിരിഞ്ഞു നോക്കാറില്ല. ഇവൻ്റെ താടിയും മുടിയും കാണുമ്പോൾ ഇവനാണ് എല്ലാം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇവനോട് നിന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സുഖസുന്ദരമായിട്ട് ഇങ്ങനെ സൈഡിൽ നോക്കിക്കല, അവനെ നോക്കിയാണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ 27 ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവിടുന്ന് അഹമ്മദാബാദിലേക്ക് നമുക്ക് 200 കിലോമീറ്ററാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഐ മീൻ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ പകരം ഞങ്ങൾ കറങ്ങി വന്നത് ഏകദേശം 2000 കിലോമീറ്റർ മുകളിലായിരിക്കും. കാരണം നമ്മൾ അഹമ്മദാബാദിൽ നിന്ന് പിന്നെ പോയത് ദ്യൂവിലേക്കാണ്, അത് 400 കിലോമീറ്റർ. അത് കഴിഞ്ഞ് നമ്മൾ ദ്യൂവിൽ എത്തിയതിന് ശേഷം പിന്നെ സോംനാഥ് എന്ന സ്ഥലത്തേക്ക് പോയി, അതൊരു 80 കിലോമീറ്റർ. അവിടുന്ന് പിന്നെ നമ്മൾ ഗിർ ഫോറസ്റ്റിലേക്ക് ഒരു 100 കിലോമീറ്ററിന് അടുത്ത് ഓടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് കച്ചിലേക്ക് വേണ്ടിയിട്ട് ഏകദേശം 400 കിലോമീറ്ററിൻ്റെ അടുത്ത് മേലെ ഓടിച്ചു, 400-500 കിലോമീറ്ററിന് അടുത്ത് നമ്മൾ ഓടിച്ചു. അവിടുന്ന് പിന്നെ മൗണ്ട് അബൂലേക്ക് നമ്മൾ വീണ്ടും 400 കിലോമീറ്റർ ഓടിച്ചു. അങ്ങനെ ഒരു 2000 കിലോമീറ്ററിൻ്റെ അടുത്ത് കവർ ചെയ്തിട്ട്, അതും മൗണ്ട് അബൂ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വീണ്ടും 170 കിലോമീറ്ററോളം ഓടിച്ചിട്ടാണ് ഉദയ്പൂരിലേക്ക് വരുന്നത്. അപ്പം ചിന്തിച്ചു നോക്കിയത് 2000 കിലോമീറ്ററിന് കൂടുതൽ കറങ്ങിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ മതിലുകളാണ് അതൊക്കെ. അത് മിക്കവാറും ഇവിടെ മലയിൽ നിന്നുള്ള കല്ലും കാര്യങ്ങളും താഴോട്ട് വീയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചായിരിക്കുമല്ലോ വിഷ്ണു. അതാവാനാണ് കൂടുതൽ സാധ്യത. കാരണം ഇവിടുത്തെ ഈ പാറക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്, ചീള് പോലെയാണ് അത് ശരിക്കും പറഞ്ഞാൽ താഴോട്ട് വീഴുന്നത് അല്ലേ? നമ്മുടെ നാട്ടുകാർക്ക് അത് അങ്ങനെ പവർഫുൾ അല്ല, ഒരു ഇതല്ലേ, ഒരു ഇങ്ങനെ സ്ലൈഡ് പോലെ. നീ ശ്രദ്ധിച്ചോ? അല്ലടാ, നമ്മളൊരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ രാജസ്ഥാൻ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കല്ല് വണ്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചതാ. കമാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും വെക്കുക. ഇതെന്തായാലും അവർ വേസ്റ്റാക്കി വെച്ച സാധനമാണ്. അപ്പോൾ അത് ചുമ്മാ ഒന്ന് എടുത്ത് കണ്ടോ. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാ കല്ലനാണ്,
പക്ഷെ ഞാൻ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നാണെന്നുള്ളത് പറയാമല്ലോ. നമ്മളേ ഉദയപൂർ എത്തുന്ന ഒരു 10 മുമ്പ് ഒരു പച്ചക്കറി കട ഉണ്ടപ്പം വണ്ടി ഒന്ന് സൈഡാക്കിട്ടോ. എന്നിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങി. കുറേ ഒന്നും വാങ്ങിയിട്ടില്ല, ജസ്റ്റ് നമുക്ക് എന്താണോ കഞ്ഞിക്ക് ആവശ്യമുള്ളത് അത് മാത്രം വാങ്ങി. ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളേ ഉദയപൂർ കയറിയതിന് ശേഷം കാര്യമായിട്ട് കാണുന്ന ഗ്രാനൈറ്റിൻ്റെയും മാർബിളിൻ്റെയും ഷോപ്പുകളാട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, വലിയ പീസ് ഇവിടെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുള്ളത് ഉള്ളട്ടോ. നല്ല കാണാൻ നല്ല അടിപൊളി. അത്രയും വലിയ പീസുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും നമ്മൾ ഉള്ളോട്ടുള്ള റോഡിന് ഇങ്ങനെ കയറിയതാണ്. നല്ലൊരു അടിപൊളി സ്ഥലം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറം സൈഡിൽ മാർബിളതാണ്. രാജസ്ഥാൻ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്രയും കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഗ്രാനൈറ്റ് ആണെങ്കിലും മാർബിൾ ആണെങ്കിലും അതിൻ്റെ കുറേ ഇൻഡസ്ട്രീസാണ് ഇവിടെ ഈ സൈഡിലായിട്ടുള്ളത്. ഞങ്ങളങ്ങനെ ഉദയപൂർ എത്തുന്നതിൻ്റെ മുന്നേ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഇതാ കുക്കിംഗ് ചെയ്യാട്ടോ. ഇങ്ങനൊരു മരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം കഷ്ടപ്പെട്ട് അതിൻ്റെ ശേഷമാണ് നമുക്ക് ഇങ്ങനൊരു സ്ഥലം കണ്ടുപിടിച്ചത്. കൂടുതലൊന്നും ഉണ്ടാക്കുന്നില്ല, കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ട് ഒരു ഉപ്പേരി ഇത് വെച്ചിട്ടാണെന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. കുക്ക് ചെയ്യാന്ന് പറയുമ്പം ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. പക്ഷെ എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് വൈബിളുള്ള കാര്യമാണ്. ഞങ്ങളെപ്പോഴും ഒരു ടൈം ലിമിറ്റ് വെക്കുന്നത് ഒരു 1-1.5 മണിക്കൂർ അല്ലേ. 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ തീർക്കാറില്ല കുക്കിംഗ് എപ്പോഴും. അതെ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ പ്ലേറ്റിൽ കഞ്ഞി കുടിക്കുന്നത്. അവൻ പ്ലേറ്റിൽ കഞ്ഞി കുടിക്കും, ഞാൻ എന്താണെന്ന് വെച്ചാൽ ആ കുക്കറിൽ തന്നെ കഞ്ഞി കുടിക്കുക ചെയ്യാറ്. ഒരു പ്ലേറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് വാഷ് ചെയ്യേണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നുമില്ല. നേരെ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചു. നമ്മളിതാ ഇവിടെ ഹൈവേൻ്റെ സൈഡിൽ ഉദയപൂരിലേക്ക് പോകുന്ന ഹൈവേൻ്റെ സൈഡിൽ നമ്മൾ വണ്ടി ഇതാ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. മുമ്പിൽ സോറ മാർബിൾ ടൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈൽസിൻ്റെ ഗ്രാനൈറ്റിൻ്റെ ഒരു ഷോപ്പുണ്ട്. ഇനി പെട്ടെന്ന് കിടക്കുക, രാവിലെ എണീറ്റ് വേണം ഉദയപൂർ ഒന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം നാളെ.